PM-ശ്രീയുടെ MOU-വിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകി IAS ഒപ്പുവെച്ചത് ഭരണഘടനാപരമായി തെറ്റാണ്. CPI ഈ വിഷയം ഗുരുതര പ്രശ്നമായി ഉന്നയിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നോ, മന്ത്രിസഭ തീരുമാനമെടുക്കാതെ ചർച്ചയിലിരിക്കുന്ന ഒരു വിഷയമാണ് PM-ശ്രീ. തീരുമാനത്തിന് വേണ്ടി മാറ്റിവച്ചിരുന്ന വിഷയം, അതായത് ഡെഫർ ചെയ്തിരുന്ന വിഷയം. അതിനർത്ഥം PM-ശ്രീ MOU-വിൽ ഒപ്പുവെക്കുന്നത് മന്ത്രിസഭാ തീരുമാനപ്രകാരം വേണമായിരുന്നു. ഇവിടെ മുഖ്യമന്ത്രിയുടെയോ വിദ്യാഭ്യാസ മന്ത്രിയുടെയോ മാത്രം രേഖാമൂലമുള്ള നിർദ്ദേശപ്രകാരമാണ് കെ വാസുകി ഡൽഹിയിൽ പോയി ഒപ്പുവെച്ചതെങ്കിലും ഗുരുതര നിയമപ്രശ്നം CPI-യും മുതിർന്ന IAS ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166(3) നിർദ്ദേശിക്കുന്ന റൂൾസ് ഓഫ് ബിസിനസിന്റെ ലംഘനം. മന്ത്രിസഭയുടെ അനുമതിയില്ലാത്ത ഒരു തീരുമാനം ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. മന്ത്രിസഭ എന്നാൽ മുഖ്യമന്ത്രി മാത്രമല്ല, ഒരു വകുപ്പ് മാത്രവുമല്ല. മനോഹർ പരീക്കർ വേഴ്സസ് ഗോവ സർക്കാർ കേസിലെ വിധിയടക്കം നിരവധി സുപ്രീം കോടതി വിധികളുണ്ട്. PM-ശ്രീ ഒപ്പിട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ CPI-ക്ക് അടക്കം ആർക്കും ചോദ്യം ചെയ്യാനാകും. അപ്പോൾ അത് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അതൊക്കെ പാർട്ടി ആലോചിക്കേണ്ടുന്ന സമയത്ത് ആലോചിക്കട്ടെ. പക്ഷേ നയപരമായ പോളിസി മാറ്റേഴ്സിൽ ഒരു മന്ത്രിയുടെയല്ല, ഒരു ക്യാബിനറ്റിൻ്റെ തീരുമാനം വേണമെന്നുള്ളത് സുപ്രീം കോടതി പല കേസുകളിലും അത് പറഞ്ഞിട്ടുള്ളതാണ്. ക്യാബിനറ്റിൻ്റെ പൊസഷനിലിരിക്കുന്ന ഒരു കാര്യത്തിൽ, ഒരു ഐറ്റത്തിൽ അങ്ങനൊരു ഏകപക്ഷീയമായ തീരുമാനമെടുത്ത് തെറ്റ് തന്നെയാണ്. അതായത് ഇപ്പോൾ നിയമപരമായി നീങ്ങാൻ CPI തീരുമാനിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഏപ്രിൽ മാസത്തിലെ മന്ത്രിസഭാ യോഗത്തിൽ PM-ശ്രീ വിഷയം വന്നപ്പോൾ CPI മന്ത്രിമാർ എതിർത്തതിനാലാണ് തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചത്. സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതും വിഷയമായിരുന്നു. തമിഴ്നാട് മാതൃകയിൽ കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ചും അന്ന് മന്ത്രിസഭയിൽ ആലോചന നടന്നു. മന്ത്രിസഭാ യോഗത്തിൽ നിയമവകുപ്പ് നൽകിയ കുറിപ്പിൽ PM-ശ്രീയുടെ കാര്യത്തിൽ നയപരമായ തീരുമാനമെടുത്തിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, പദ്ധതി നടപ്പാക്കിയാൽ സംസ്ഥാനത്താകെ ദേശീയ വിദ്യാഭ്യാസ നയം അതേ രീതിയിൽ നടപ്പാക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. ഇക്കാരണങ്ങളാൽ തീരുമാനമെടുക്കാതിരുന്ന വിഷയമാണ് CPI മന്ത്രിമാരെയും മന്ത്രിസഭയെ തന്നെയും ഇരുട്ടിൽ നിർത്തി രഹസ്യമായി നടപ്പാക്കിയത്. അതിന്റെ തെളിവാണ് ഈ രേഖ. ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഓരോ കഷ്ണം നിങ്ങൾ ഓരോരുത്തർ അടർത്തിയെടുത്ത് വീണ്ടും ഇങ്ങനെ എണ്ണ കൊടുക്കേണ്ട കാര്യമില്ല. എന്തായാലും നമുക്ക് അതിനെ കാത്തിരിക്കാം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.